Hi, hello all, welcome to my YouTube channel. So in today's video നമ്മൾ ഹാർലം റെനസൻസ് ആൻഡ് ജാസ് ഏജിനെ കുറിച്ച് അല്ലെങ്കിൽ ജാസ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജാസും ഹാർലം റെനസൻസും എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. സോ ഹാർലം റെനസൻസ് എന്ന് പറയുന്ന ഒരു ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ മൂവ്മെൻറ്റ് എന്ന് നമുക്ക് പറയാം. അത് ഈ എന്തിൻ്റെ ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ കൾച്ചറൽ മൂവ്മെൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്കൻ അമേരിക്കൻ മ്യൂസിക്, ഡാൻസ്, ആർട്ട്, ലിറ്ററേച്ചർ, പിന്നെ തിയേറ്റർ, പൊളിറ്റിക്സ്, ഈ ഒരു കാര്യത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു മാറ്റം വരാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കൈൻഡ് ഓഫ് മൂവ്മെൻ്റ് ആണ് ഹാർലം റെനസൻസ് എന്ന് പറയുന്നത്. അത് ഹാർലം എന്ന് പറയുന്നത് ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു സ്ഥലമാണ് ഹാർലം. അത് 1920s 1930s ആ ഒരു ഗ്യാപ്പിലാണ് ഈ ഒരു ഹാർലം റെനസൻസ് എന്നുള്ളൊരു മൂവ്മെൻറ്റ് നടന്നത്. അപ്പം അതിനെ ആദ്യം വിളിച്ചിരുന്ന പേരെന്ന് പറയുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനെ വേറൊരു പേരിട്ട് വിളിച്ചിരുന്നത് ന്യൂ നീഗ്രോ മൂവ്മെൻറ്റ് എന്നായിരുന്നു. ആൻഡ് ന്യൂ നീഗ്രോ എന്നുള്ള പേര് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ അലൻ ലോക്ക് എന്ന് പറഞ്ഞ ഒരു റൈറ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു അമേരിക്കൻ റൈറ്ററാണ്, ഫിലോസഫറാണ്, എഡ്യൂക്കേറ്ററാണ്. സോ അദ്ദേഹമാണ് ഈ ഹാർലം റെനസൻസിന്റെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഹാർലം റെനസൻസ്. സോ അദ്ദേഹത്തിന്റെ ആന്തോളജിയുടെ അല്ലെങ്കിൽ ഒരു കളക്ഷന്റെ പേരാണ് ദ ന്യൂ നീഗ്രോ. സോ അദ്ദേഹം ഒരു ബാക്ക് ബോൺ ആയിട്ട് നിന്ന ഒരു മൂവ്മെന്റ് ആണ് ഹാർലം മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് അതിനെ ദ ന്യൂ നീഗ്രോ മൂവ്മെന്റ് എന്നും വിളിച്ചിരുന്നു. അപ്പൊ ഈ മൂവ്മെന്റിനകത്ത് ആഫ്രിക്കൻ അമേരിക്കൻ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ അർബൻ ആയിട്ടുള്ള ഏരിയാസിൽ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ്, മിഡ് വെസ്റ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള കുറേ കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ആൻഡ് ഹാർലം എന്നുള്ള സ്ഥലത്ത് വെച്ചായിരുന്നു ഈ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. കാരണം അവിടെയാണ് ഈ ബ്ലാക്ക് റൈറ്റേഴ്സ്, ആഫ്രിക്കൻ റൈറ്റേഴ്സ്, അതുപോലെ തന്നെ കരീബിയനിലുള്ള ആളുകൾ ഫുൾ അവിടെയാണ് വന്ന് നിന്നിരുന്നത്. അതായത് അവിടെയാണ് ആ മൂവ്മെന്റിന്റെ എപ്പി സെന്റർ എന്ന് പറയുന്നത്. സോ അവിടെ തന്നെയായിരുന്നു ആളുകൾ ഇങ്ങനെ കൂടിയിരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഹാർലം റെനസൻസ് എന്ന് വിളിച്ചിരുന്നത്. ആൻഡ് ഈ ഒരു മൂവ്മെന്റിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ, എസ്പെഷ്യലി ഈ ബ്ലാക്ക് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളുകളുടെ അവരുടെ ലിറ്ററേച്ചർ, അവരുടെ മ്യൂസിക്, ഇതെല്ലാം നല്ല രീതിയിൽ ഫ്ലറിഷ്ഡായി. അങ്ങനെ ഫ്ലറിഷ്ഡ് ആവാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു മൂവ്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് തീംസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഹാർലം റെനസൻസ് എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളുകളുടെ ഒരു കൈൻഡ് ഓഫ് സെലിബ്രേഷൻ ആയിരുന്നു. അവരുടെ ലിറ്ററേച്ചർ, അവരുടെ ആർട്സ്, അവരുടെ മ്യൂസിക്, അവരുടെ പെയിന്റിങ്, അവരുടെ ഡാൻസ്, ഈ വക കാര്യങ്ങൾ നല്ല രീതിയിൽ ഫ്ലറിഷ് ആയെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ അതിനുവേണ്ടിയാണ് ഇതൊരു കൊണ്ടുവന്നത് തന്നെ. സോ അവർക്ക് ഒരു കൈൻഡ് ഓഫ് പ്രൈഡ് തോന്നി. ഈ ഒരു ന്യൂ നീഗ്രോ മൂവ്മെന്റ് എന്നുള്ള ഈ ഒരു മൂവ്മെന്റ് സക്സസ്ഫുൾ ആയപ്പോൾ ലിറ്ററേച്ചറിലാണെങ്കിലും ആർട്ടിലാണെങ്കിലും മ്യൂസിക്കിലാണെങ്കിലും എല്ലാ രീതിയിലുള്ള റേസിസം അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഒരു പരിധി വരെ ഇവർക്ക് തടയാൻ സാധിച്ചു. ഇവരുടേതായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയ ആളുകൾ. അപ്പോൾ ആ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഒക്കെ മാറ്റാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്. അപ്പം ആർട്ടും ലിറ്ററേച്ചറും വഴി ഈ മൂവ്മെന്റ് ഫ്ലറിഷ് ചെയ്തപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ആ കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ ഉയരാൻ തുടങ്ങി. ആൻഡ് അതുപോലെ തന്നെ ഒരുപാട് കൈൻഡ് ഓഫ് ഈ ഹാർലം റെനസൻസിനകത്ത് തന്നെ ഒരുപാട് കൈൻഡ് ഓഫ് എലിമെന്റ്സും കൾച്ചറൽ എലിമെന്റ്സും സ്റ്റൈൽസിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു, അതായത് ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നു. അതായത് ഈ ആഫ്രിക്കൻ പെർസ്പെക്റ്റീവ്സ് ഒരുപാട്, ഹൈ കൾച്ചർ, ലോ ലൈഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം കൂടി വന്ന് ഒറ്റ ഒരു സ്ഥലത്തങ്ങ് വരാൻ തുടങ്ങി. അതായത് ഒരു സ്ഥലത്ത് ഇതെല്ലാം കൂടി സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ട്രഡീഷണൽ ഫോം ഓഫ് മ്യൂസിക് ഉണ്ടല്ലോ ആഫ്രിക്കക്കാരുടെ, അതുപോലെ തന്നെ ജാസ്, പിന്നെ അതൊക്കെയെന്ന് വെച്ചാൽ ആഫ്രിക്കൻസിന്റെ ആ ഒരു കൈൻഡ് ഓഫ് മ്യൂസിക്കാണ് ഈ ജാസ് എന്നുള്ള സ്റ്റൈലൊക്കെ. അപ്പൊ ട്രഡീഷണലും ന്യൂ എക്സ്പെരിമെന്റൽ ഫോംസും എല്ലാം കൂടി ഇതിനകത്ത് വരാൻ തുടങ്ങി. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് മോഡേണിസ്റ്റ് മൂവ്മെന്റ് പോലെ ആയി മാറി. അപ്പം ഈ ഒരു ജാസ് അല്ലെങ്കിൽ പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള മൂവ്മെന്റ്, മ്യൂസിക്കൽ ഫോംസും പുതിയ രീതിയിലുള്ള മ്യൂസിക്കൽ ഫോംസും കൂടെ ഒക്കെ കമ്പൈൻ ചെയ്ത് ജാസ് പോയട്രി എന്ന് പറഞ്ഞ ഒരു ജോണർ തന്നെ ഇറങ്ങാൻ തുടങ്ങി. ഓക്കെ. ആൻഡ് ഒരുപാട് ആഫ്രിക്കൻ അമേരിക്കൻ ആർട്ടിസ്റ്റുകൾ ഇവിടെ വന്ന് കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇഷ്യൂസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. കോമൺ തീംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലേവറി, ഞാൻ പറഞ്ഞല്ലോ അവർ ഫേസ് ചെയ്യുന്ന ഏതൊക്കെ ഇഷ്യൂസ് ആണ്. സ്ലേവറി ഉണ്ട്, പിന്നെ അവരുടെ ഫോക്ക് ട്രഡീഷൻസ് ഉണ്ട്, അവരുടെ ബ്ലാക്ക് ഐഡന്റിറ്റി, അതുപോലെ തന്നെ റേസിസം, പിന്നെന്താണ് ഈ വൈറ്റ് ഓഡിയൻസിന്റെ ആ ഒരു സുപ്രീമസി, ഇങ്ങനെയുള്ള ഇഷ്യൂസാണ് ഇവർ ഡീൽ ചെയ്തിരുന്നത്. അപ്പോൾ ഇത് ആഫ്രിക്കൻ അമേരിക്കൻ മൂവ്മെന്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. അതിന്റെ സപ്പോർട്ട് കൂടുതൽ ആരാ കൊടുത്തത്? ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ് സപ്പോർട്ട് കൂടുതൽ കൊടുത്തത്. കാരണം അവർക്കാണല്ലോ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. പിന്നെ വൈറ്റ് ആളുകളും, അതായത് വൈറ്റ് അമേരിക്കൻസിൽ വൈറ്റ് ആയിട്ടുള്ള ആളുകളും ഈ മൂവ്മെന്റിനെ കുറച്ചൊക്കെ ഒരു പരിധി വരെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദെൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹാർലം റെനസൻസിനകത്ത് ഉള്ളത്. ഈ ഹാർലം റെനസൻസിനകത്ത് വരുന്ന ഒരു തീമാണ് നമ്മുടെ ജാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജാസ് എന്ന് പറയുമ്പോൾ ഈ ആഫ്രിക്കൻ അമേരിക്കൻ മൈഗ്രേഷൻ നോർത്തിലോട്ട് കൂടുതലായിട്ടും വന്നു. അങ്ങനെ
അപ്പോൾ ഈ നോർത്തിലോട്ട് മൈഗ്രേഷൻ കൂടിയപ്പോഴത്തേക്ക്, അതായത് നോർത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഹാർലം എന്നുള്ള സ്ഥലത്ത് മൈഗ്രേഷൻ കൂടി. അപ്പർ ക്ലാസ് വൈറ്റ് നെയ്ബർഹുഡ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് 1880s. പക്ഷെ അവിടെ ആ ഒരു സ്ഥലത്ത് ഒരുപാട് ഡെവലപ്മെന്റ് കൂടിയപ്പോഴാണ് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അങ്ങോട്ട്, അതായത് എസ്പെഷ്യലി ഈ ബ്ലാക്ക് ഫാമിലീസ് ഒക്കെ ഉണ്ടല്ലോ, മിഡിൽ ക്ലാസ് ബ്ലാക്ക് ഫാമിലീസ് ഒക്കെ ഒരു 1900 ആയപ്പം അവരെന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഹാർലം എന്നുള്ള സ്ഥലത്തോട്ട് മാറി. അങ്ങനെ ഒരുപാട് ബ്ലാക്ക് ഫാമിലീസ് ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്യമേ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് വൈറ്റ് റെസിഡൻസ് എന്ത് ചെയ്തു, ആഫ്രിക്കൻ അമേരിക്കൻസിനെ ഒന്നും പറ്റത്തില്ല, ഇവിടെ അങ്ങ് താമസിപ്പിക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആകെ ബഹളമായിരുന്നു. പക്ഷേ ഇവർക്ക് അവസാനം ഓടേണ്ടി വന്നു, അതായത് വൈറ്റ് അമേരിക്കൻസിന് ആ സ്ഥലത്ത് നിന്ന് വിട്ടു പോവേണ്ടി വന്നു, കാരണം അത്രയധികം ബ്ലാക്ക് പോപ്പുലേഷൻ അവിടെ കൂടി. ആൻഡ് ഔട്ട്സൈഡ് ഫാക്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1910 തൊട്ട് 1920 ആഫ്രിക്കൻ അമേരിക്കൻ പോപ്പുലേഷൻസ് സൗത്ത്, അതായത് അമേരിക്കൻ സൗത്തിൽ നിന്ന് നോർത്തിലോട്ട് ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനെയാണ് നമ്മൾ ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. 1950, 1960s ഒരുപാട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ സൗത്തിൽ ഹാപ്പൻ ചെയ്തു. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് വർക്കേഴ്സിന് അല്ലെങ്കിൽ ബ്ലാക്ക് ആളുകൾക്ക്, കമ്മ്യൂണിറ്റിക്ക് അവിടെ ജോലി ഇല്ലാതായി. സോ അതുപോലെ തന്നെ വേൾഡ് വാർ ഫസ്റ്റിന്റെ സമയത്തും ഇമിഗ്രേഷൻ ഒരുപാട് ഹാപ്പൻ ചെയ്തു. അങ്ങനെയാണ് ഇവരെല്ലാം കൂടി ഹാർലം എന്നുള്ള സ്ഥലത്തോട്ട് വന്നത്. ഇപ്പോൾ ലിറ്ററേച്ചറിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാങ്സ്റ്റൺ ഹ്യൂസ് എന്ന് പറഞ്ഞൊരു ഗ്രേറ്റ് റൈറ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഹാർലൻ റൈറ്ററാണ്. അദ്ദേഹം ഒരു സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റും കൂടിയാണ്. ഓക്കെ, പിന്നെ ലാങ്സ്റ്റൺ ഹ്യൂസിന്റെ അടുത്തേന്ന് വെച്ചാൽ സോറ നീൽ ഹേഴ്സ്റ്റൺ എന്ന് പറഞ്ഞ ഒരു ഫോക്ലോറിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കൗണ്ടി കള്ളൻ, ഇവരൊക്കെയായിരുന്നു. ഹാർലം റിനസൻസിന്റെ ഞാൻ പറഞ്ഞില്ല, എല്ലാ ഏരിയാസിലും മാറ്റം കൊണ്ടുവന്നു. അപ്പം അങ്ങനെ കൊണ്ടുവന്ന കുറേ റൈറ്റേഴ്സ് ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ള ഒരു എന്താ പറയുക, നമുക്ക് പഠിക്കാനുള്ള ആ സ്ട്രേഞ്ച് ഫ്രൂട്ടിലുള്ള അവർ, അതുപോലെ തന്നെ ഈ ലാങ്സ്റ്റൺ ഹ്യൂസിന്റെ ഹാർലം എന്നുള്ള പോയം നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് ലാങ്സ്റ്റൺ ഹ്യൂസ് ഒക്കെ ഈ ഒരു ഹാർലം റിനസൻസ് മനസ്സിൽ വെച്ചുകൊണ്ട് എഴുതിയ ഒരു പോയമാണ് നമുക്കിനി പഠിക്കാൻ കിടക്കുന്ന ഹാർലം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റൈറ്റേഴ്സ് നമുക്ക് ഈ ഒരു ഹാർലം റിനസൻസിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് ജാസിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജാസ് എന്ന് പറഞ്ഞ സംഭവം ഈ ഹാർലം റിനസൻസിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഒരു സ്റ്റൈലാണ് കേട്ടോ. അത് ഈ ആഫ്രിക്കൻസിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ്, അല്ലെങ്കിൽ ഒരു മോഡേണിസ്റ്റ് കൈൻഡ് ഓഫ് പോയറ്റ്, ഒരു മ്യൂസിക്കൽ സ്റ്റൈലാണ് ജാസ് എന്ന് പറയുന്നത്. 1920s, അതായത് ഈ ഹാർലം റിനസൻസ് ഹാപ്പൻ ചെയ്ത അതേ ടൈം പീരീഡിലാണ് ജാസ് ഏജ് എന്ന് അറിയപ്പെടുന്നത്. 1920s and 1930s ജാസ് ഏജ് എന്ന് അറിയപ്പെടുന്നത്. ജാസ് മ്യൂസിക്കും അതുപോലെ തന്നെ ഡാൻസ് സ്റ്റൈലുകളും ആ ഒരു സമയത്ത് വേൾഡ് വൈഡ് പോപ്പുലാരിറ്റി കിട്ടി. അപ്പോൾ ജാസ് ഏജിലുള്ള പ്രശ്നങ്ങൾ എന്താ, അല്ലെങ്കിൽ ആ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരുപാട് ട്രഡീഷണൽ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അവിടെ താമസം തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, മൈഗ്രേറ്റ് ചെയ്ത് ഒരുപാട് പോപ്പുലേഷൻ അവിടെ കൂടുതലായിരുന്നു. സോ അവരുടേതായിട്ടുള്ളൊരു സ്റ്റൈലാണ് ജാസ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസിന്റെ ബർത്ത് പ്ലേസ് ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. ന്യൂ ഓർലിയൻസിലായിരുന്നു ഇത് ഒറിജിനേറ്റ് ചെയ്തത്. അത് ആഫ്രിക്കൻ അമേരിക്കൻസിന്റെ കൾച്ചറിൽ വരുന്ന ഒരു മ്യൂസിക്കൽ സ്റ്റൈലാണ് ജാസ് എന്ന് പറയുന്നത്. അങ്ങനെ അത് പിന്നീട് വൈഡ് ആയിട്ടുള്ള കൾച്ചറൽ ചേഞ്ചസ് അമേരിക്കയിലോട്ട് എത്തിയപ്പോൾ അത് ഒരുപാട് കൾച്ചറൽ ചേഞ്ചസ് അതിന് ഹാപ്പൻ ചെയ്തു. അങ്ങനെ പോപ്പുലർ കൾച്ചറിലൊക്കെ അതിന് പ്രത്യേക സ്ഥാനമുണ്ടെന്നാണ് പറയുന്നത്. ഈ ജാസ് ഏജിനെ നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കും, റോറിംഗ് 20s എന്നും വിളിക്കും. അതുപോലെ തന്നെ റേഡിയോസ് ഒക്കെ ആ സമയത്ത് ഇറങ്ങിയിരുന്നു. അങ്ങനെ ഈ ജാസ് ഏജ് അല്ലെങ്കിൽ ഈ ജാസ് എന്നുള്ള ഈ ഒരു മ്യൂസിക്കൽ കൾച്ചർ അല്ലെങ്കിൽ സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെയധികം പോപ്പുലറൈസ് ചെയ്യാൻ തുടങ്ങി. എസ്പെഷ്യലി യൂത്തിനെയാണിത് ഒരുപാട് എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്തത്. 1920s ഒക്കെ ആയപ്പോൾ ജാസ് എന്ന് പറയുന്നത് ഈ എന്തെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യത്തിനെതിരെയൊക്കെ റിബൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു കാര്യമായിട്ട് മാറി ഒരു ജാസ് മ്യൂസിക് എന്ന് പറയുന്നത്. ആൻഡ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കൈൻഡ് ഓഫ് ഫാഷൻ സെൻസ്, അതൊക്കെ ഫാഷൻ സെൻസ് ഒക്കെ മാറി ഈ ജാസ് മ്യൂസിക് ഒക്കെ ഇറങ്ങിയതിന് ശേഷം. അതായത് ഫാഷൻ സെൻസ് മാറി, സ്ത്രീകൾ സിഗരറ്റ്സ് പബ്ലിക്കിൽ സ്മോക്ക് ചെയ്യാനൊക്കെ തുടങ്ങി. അതുപോലെ തന്നെ പിന്നെന്താ പറയുക, സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓപ്പൺ ആയിട്ടും ഫ്രീ ആയിട്ടും സംസാരിക്കാനൊക്കെ തുടങ്ങി. റേഡിയോ കൺസേർട്ടുകളൊക്കെ നടത്താൻ തുടങ്ങി. അതുപോലെ തന്നെ ഡാൻസുകളൊക്കെ ആഫ്രിക്കൻ അമേരിക്കൻസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് അത് എല്ലാം യൂത്തിൽ അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ നല്ല രീതിയിൽ പോപ്പുലറൈസ് ചെയ്തു. ആൻഡ് ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ആളുകൾക്ക് വളരെയധികം പ്രശ്നം തോന്നി. കാരണം അവർ പറഞ്ഞു മൊറാലിറ്റിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുവാണെന്നൊക്കെ പറഞ്ഞു. ആൻഡ് ചില ആഫ്രിക്കൻ അമേരിക്കൻസ് തന്നെ പറഞ്ഞു ജാസ് എന്ന് പറയുന്നത് ഡെവിൾസ് മ്യൂസിക് ആണെന്ന് തന്നെ പറഞ്ഞു. കാരണം അതിൻ്റെ റിതം ആണെങ്കിലും സൗണ്ട് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ഒരു വല്ലാത്തൊരു ഇംപ്രവൈസേഷൻസ് ഒക്കെ നടത്തി വേറൊരു രീതിയിലാണ് അതിൻ്റെ ബീറ്റൊക്കെ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജാസിനകത്ത് വരുന്നതെന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഓഡിയോയ്ക്കകത്ത് ഞാൻ ലാങ്സ്റ്റൺ ഹ്യൂസിന്റെ ഹാർലം എന്നുള്ള പോവമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.